ഏപ്രിൽ 30 ബുധനാഴ്ചത്തെ മിനി വ്ലോഗാണ്. അന്ന് അക്ഷയാതീതിയായിരുന്നു. അപ്പോൾ പതിവ് പോലെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ തെളിയിച്ച് പഞ്ചഗവ്യ വിളക്കും അന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ നല്ലതാണത്. കുറേ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നൊരാഗ്രഹം അന്ന് തുടങ്ങി വയ്ക്കാൻ പറ്റി കേട്ടോ. എല്ലാവരും ചെയ്യണതായിരിക്കും, എന്നാലും എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ ലഞ്ച് 10:30 മണി കഴിഞ്ഞു കേട്ടോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കുറച്ച് വൈകിപ്പോയി അന്നത്തെ ദിവസം. അക്ഷയതീതിയുടെ തലേന്നാണ് എനിക്കിത് പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നിയത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കണം കേട്ടോ. നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ പിന്നെ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം ആയ ശേഷം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. നമ്മളെ കൊണ്ടാവണ കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പം ചെയ്യണം നല്ലത്. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഒരു 5 പേർക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം പാകം ചെയ്ത് അത് കറക്റ്റായിട്ടുള്ള ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കണേ കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസാണ് ഈ കാണുന്നത്. അപ്പോൾ ചോറും സാമ്പാർ, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ പയറും വാഴയ്ക്കയും കൂടെ ഉള്ള ഒരു മെഴുക്കുവരട്ടി, പിന്നെ ഒരു സ്വീറ്റും. ഇതൊക്കെയാണ് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കാനായിട്ട് ലേറ്റായി, അത് കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ എത്തിക്കുകയും വേണം. എല്ലാം കൂടെ ആയിട്ടൊരു ഹറി ബറിയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത്രയും നാൾ നമ്മുടെ വീട്ടിലാണെന്ന്. അപ്പോൾ ആ സമയത്ത് ഫിഷ് ഫ്രൈ ചെയ്യണ സമയത്ത് എണ്ണയിൽ പൊള്ളിയതാട്ടോ ഈ എൻ്റെ വിരൽ. അപ്പോൾ അത് 2 ആഴ്ചയായി. ഇപ്പോൾ മെല്ലെ ഓക്കെ ആയി വരുന്നു. തോലൊക്കെ പഴയതൊക്കെ പോയി പുതിയത് വന്നു തുടങ്ങി. അപ്പോൾ ഞാനത് ക്യാബേജ് തോരൻ ഓൾമോസ്റ്റ് ആയി. അപ്പോൾ 12:15 സമയം. പിന്നെ വറുത്തരച്ച സാമ്പാറാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതും വറുത്തു. അതിന് ശേഷം എന്താ വാഴയ്ക്കയും അച്ചിങ്ങയും കൂടെയുള്ള മെഴുക്കുവരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കണു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. അതിൻ്റെയൊക്കെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഒരു ബന്ധു കല്യാണം വിളിക്കാനും വന്നു. അപ്പോൾ എല്ലാം കൂടെ നല്ല തിരക്കായിട്ടുള്ള ഒരു ദിവസമായിട്ടോ. അപ്പോൾ ഏകദേശം 1 മണിയായത് എല്ലാം റെഡിയായി. കേസരിയാണ് ഞാൻ സ്വീറ്റായിട്ട് ഉണ്ടാക്കാൻ ഡിസൈഡ് ചെയ്ത്. ഈ ഒരു കേസരി ഉണ്ടല്ലോ, സ്പെഷ്യലായിട്ടുള്ള ഒരു കേസരിയാണ്. ഇതിൻ്റെ റെസിപ്പി വന്നിട്ട് എൻ്റെ മറ്റേ ചാനൽ ഫുഡ് ടാഗ് ബൈ സ്മിതയിലുണ്ട്. നമ്മുടെ ഈ രുചിഭേദങ്ങളിലും കേസരി ഉണ്ട്, പക്ഷെ അത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്